പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഒരു പ്രതി കൂടി കസ്റ്റഡിയിൽ. ഇരവിപുരം സ്വദേശി അൽത്താഫിനെയാണ് കൊല്ലത്ത് നിന്നും പിടികൂടിയത്. ബന്ധുവീട്ടിൽ നിന്നാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. അരുൺരാജ് കൊല്ലത്ത് നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, എപ്പോഴാണ് പിടികൂടിയത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കുന്ന അൽത്താഫിനെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഇന്നലെ കൊല്ലം ഡാൻസ് ഓഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അൽത്താഫിനെ പിടികൂടി വൈത്തിരി പോലീസിനെ കൈമാറിയിട്ടുള്ളത്. വയനാട് നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം കൊല്ലത്ത് ഇന്നലെ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് അല്പസമയം മുമ്പ് പുറത്തു വന്നത്. അൽത്താഫിന്റെ വൈദ്യപരിശോധന അടക്കം പൂർത്തിയാക്കിയ ശേഷമാണ് അൽത്താഫിനെ ഇപ്പോൾ വയനാടേക്ക് അന്വേഷണ സംഘം കൊണ്ടുപോയിട്ടുള്ളത്. ഈ കേസിൽ അൽത്താഫും നേരിട്ട് പങ്കുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇരവിപുരത്താണ് അൽത്താഫിന്റെ വീട്. അൽത്താഫ് അവിടെ നിന്നാണ് ബന്ധു വീട്ടിലേക്ക് താമസം മാറി എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുകയും ഇന്നലെ കൊല്ലം ഡാൻസ് ഓഫ്, അതായത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം ഡാൻസ് ഓഫും കരുനാഗപ്പള്ളി പോലീസും ചേർന്നാണ് അൽത്താഫിനെയും പിടികൂടിയത്. അൽത്താഫിനെ ഇപ്പോൾ വയനാടേക്ക് കൊണ്ടുപോയി എന്ന വിവരമാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അൽത്താഫിൽ നിന്ന് കൂടുതൽ പ്രതികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നുള്ള സൂചന കൂടി പോലീസ് പങ്കുവെക്കുന്നു. അരുൺരാജാണ് കൊല്ലത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഒരാൾ കൂടി ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. അൽത്താഫാണ് കൊല്ലത്ത് നിന്ന് പിടിയിലായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.